അച്ചു, നീ അങ്ങോട്ട് ചെന്ന് സച്ചിയുടെ അടുത്തേക്ക് ഇരിക്കേ. നീ എന്താ മാറി നിൽക്കുന്നത്? നീ സച്ചി ഒരുമിച്ച് വേണം ഇരിക്കാൻ. മുഹൂർത്തമായല്ലേ? ആ, ഇപ്പൊ കറക്റ്റ് മുഹൂർത്തമായി. ഇനി ചടങ്ങുകൾ തുടങ്ങാം. ഇനിയും കാത്തിരിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിച്ചിട്ട് ആ ചരട് കുഞ്ഞിന്റെ അരയിൽ കെട്ടിക്കും. ഇനി ആ സ്വർണ്ണ വരഞ്ഞാണോ അണിയിക്കണം? അത് സേതുവായിട്ടും ചെയ്താൽ മതി. ഏയ്, അത് പറ്റില്ല. കുഞ്ഞിന്റെ അച്ഛൻ വേണം അരഞ്ഞാണോ അണിയിക്കാൻ. അച്ഛൻ ഇന്ന് ഒരു റോളും ഇല്ല, വെറും കാഴ്ചക്കാരൻ മാത്രം. ആര് പറഞ്ഞു? പേര് വിളിക്കേണ്ടത് അച്ഛനാ. ഓ, അത് ഞാൻ ചെയ്തോളാം. സാക്ഷി, സാക്ഷി, സാക്ഷി. സാക്ഷി, നല്ല പേര്. കൊള്ളാല്ലേ? സാക്ഷി. നല്ല പേര്. അപ്പോ എന്നോടുള്ളിൽ പിണക്കൊന്നുമില്ല, എല്ലാം അഭിനയായിരുന്നു. ഇനി കുഴപ്പമില്ല, ഇതിൽ പിടിച്ചങ്ങ് കയറാം. അയ്യോ, അവൾ അച്ഛന്റെ മടിയിൽ പുണ്യാഹം തളിച്ചെന്നാ തോന്നുന്നേ. മോളെങ്ങ് താച്ച. ശരിയാ, പുണ്യാഹം തെളിച്ചു. അതാ കരഞ്ഞ്. ഞാനിവളെ ദേഹം കഴിയിച്ചിട്ട് വരാം. അമ്മ വാ. ഓ ഓ ഓ ഇല്ലടാ, പോട്ടെ പോട്ടെ, സാധനം കേട്ടോ.
താൻ ഇനി എന്റെ മുമ്പിൽ മസിൽ പിടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ മനസ്സില് എന്നോടൊരു പിണക്കമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എടോ എന്നെ തുടരുത്. എന്താ അർച്ചന താനിങ്ങനെ? ഈ അഭിനയം ഇനി എന്റെ മുമ്പിൽ വേണോ? എനിക്കെല്ലാം മനസ്സിലായി. എന്നോട് പിണക്കില്ലാത്തോണ്ടല്ലേ ഞാൻ മുമ്പ് പറഞ്ഞ ആ പേര് തന്നെ അച്ഛനോട് താൻ പറഞ്ഞത്. ഇനി എന്തിനാ ഈ ഒളിച്ചുകളി? എടോ, ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം. എടോ, നമുക്കെല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ച് തീർത്തൂടെ? താനിങ്ങനെ മിണ്ടാ നടക്കുമ്പോ എന്റെ ഉള്ളില് എന്തോ വല്ലാത്തൊരു നീറ്റില്ല. ഈ വീട്ടിലൊരു നല്ല ചടങ്ങ് നടക്കുമ്പോ അതോ എന്റെ മോളുടെ നൂലുകെട്ട് മറ്റാരും ഞാൻ കാരണം വിഷമിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ ഒരു മാറ്റവും എന്റെ മനസ്സിൽ സംഭവിച്ചിട്ടില്ല.